ഡൽഹി ഭീകരാക്രമണത്തിന് പിന്നാലെ രാജ്യതലസ്ഥാനത്ത് നിർണായക യോഗം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ അവലോകന യോഗം ചേരുന്നത്. ഭീകരാക്രമണ കേസ് ഇനി എൻഐയാണ് അന്വേഷിക്കുക. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം എൻഐക്ക് കൈമാറി. സ്ഫോടനം നടന്ന ചെങ്കോട്ട പരിസരത്ത് എൻഐ സംഘം പരിശോധന നടത്തി. വിശദാംശങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, ഡൽഹി ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് രാജ്യ തലസ്ഥാനത്ത് തന്നെ വീണ്ടും നിർണായക യോഗം ചേർന്നത്. യോഗ നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഒപ്പം ചെങ്കോട്ട പരിസരത്തെ പരിശോധനയും എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ് ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നത്. ഒന്ന്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേരുകയാണ്. വിവിധ ഏജൻസികളിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രണ്ട്, ചെങ്കോട്ട പരിസരത്ത് നിലവിലിപ്പോൾ ഏജൻസികളുടെ നേതൃത്വത്തിൽ പരിശോധന തുടരുക തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പും തെളിവ് ശേഖരണവുമാണ് ഇപ്പോൾ നടക്കുന്നത്. സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ NIA ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അതിനർത്ഥം ഭീകരവാദ പ്രവർത്തനം, ചാവേറാക്രമണം സ്ഥിരീകരിച്ച് അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എന്നുള്ളതാണ്. നാളെയാണ് CCS യോഗം ചേരുന്നത്. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള അടിയന്തര ക്യാബിനറ്റ് യോഗം ചേരുന്നത് നാളെയാണ്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം. അതിൽ ഒരു പക്ഷേ പാക് സ്പോൺസേർഡ് ഭീകരവാദമാണ് എന്ന് തെളിഞ്ഞ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ മറുപടികൾ സംബന്ധിച്ചും അതെങ്ങനെ വേണം എന്നത് സംബന്ധിച്ചും തീരുമാനങ്ങൾ ഉണ്ടാകാം. അതായത് ശ്രീകാന്ത് പറഞ്ഞതുപോലെ തന്നെ ഒരു തീരുമാനത്തിലേക്ക് നാളെ കിടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതേസമയം തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വിറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലേ? പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മറുപടി എത്രത്തോളമാണ് അവരെ തകർത്തെറിഞ്ഞതെന്ന് നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയൊരു പ്രത്യാക്രമണം ഉണ്ടായാൽ, ഭാരതത്തിന്റെ ഒരു തിരിച്ചടി ഉണ്ടായാൽ ഒന്ന് നിൽക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ള ബോധ്യം അവരെത്രത്തോളം ഭയപ്പെടുത്തുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ 2 ഉണ്ടാകും എന്ന ഭയത്തിൽ തന്നെയാണ് പാകിസ്ഥാൻ. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ അതിർത്തി മേഖലകളിൽ സുരക്ഷാ വിന്യാസം കൂട്ടിയിട്ടുണ്ട്, ശക്തമാക്കിയിട്ടുണ്ട്. അതിൽ നിന്നും വ്യക്തമാകുന്നത് ജെയ്ഷെ നടത്തിയ ഈ ഭീകരാക്രമണത്തിന് ഇന്ത്യ പാകിസ്ഥാനിൽ ഒരടി ഉറപ്പായും നൽകും എന്നുള്ളത് അവർ ഭയക്കുന്നുണ്ട്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു, സുരക്ഷ കൂട്ടി. പാകിസ്ഥാൻ എന്ത് മറുപടിയായിരിക്കും ഇന്ത്യ നൽകാൻ പോവുക എന്നുള്ളത് സംബന്ധിച്ച് ആശങ്കയിൽ തന്നെയാണ്. ഇന്ന് സുരക്ഷാ അവലോകന യോഗം നടക്കുന്നുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ. നാളെ CCS യോഗവും നടക്കും. അതിലായിരിക്കും തീരുമാനം ഉണ്ടാവുക. ശരി, ഡൽഹിയിൽ നിന്നും എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.